നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ, നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കസിൻസ് എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ്. ബാംഗ്ലൂർ പാലസാണ് ലൊക്കേഷൻ. പക്ഷേ ഞാനിപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് കസിൻസിന് വേണ്ടിയിട്ടല്ല, കസിൻസിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ എന്നാൽ എൻ്റെ സുഹൃത്തായ മിഥുൻ, ഹിറ്റ് എഫ് എം, ദുബായ് ഹിറ്റ് എഫ് എമ്മിലെ RJ ആയ മിഥുനും മിഥുൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ എനിക്കൊരു ചലഞ്ച് തന്നിട്ടുണ്ട്. റൈസ് ബക്കറ്റ് ചലഞ്ച്. ബക്കറ്റില്ല, അതുകൊണ്ട് ഒരു പാക്കറ്റിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മിഥുൻ എനിക്ക് തന്ന ആ ചലഞ്ച് ഞാൻ ഏറ്റെടുത്ത് ഇവിടെ ബാംഗ്ലൂർ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന കുറച്ച് രണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് ഈ അരി പാക്കറ്റ് ഓഫ് റൈസ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ദുബായ് ഹിറ്റ് എഫ് എമ്മിലെ എൻ്റെ സുഹൃത്തുക്കളായ മിഥുനും അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ ചലഞ്ച് ഏറ്റെടുത്ത് ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. കന്നഡ ഭാഷയിൽ എനിക്കൊരു പിടുത്തമില്ല. ഹലോ, എക്സ്ക്യൂസ് മീ, നമസ്കാരം. ഇത് ഓക്കെ. അപ്പോൾ ഹാപ്പി ഓണം. ശരി, താങ്ക് യു. അപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ടും കൂടി നമ്മളിത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദുബായ് ഹിറ്റ് എഫ് എമ്മിലെ നമ്മുടെ സുഹൃത്തായ മിഥുനും എല്ലാവർക്കും വേണ്ടി റൈസ് പാക്കറ്റ് ചലഞ്ച് ഞാൻ ഏറ്റെടുത്ത് വിജയകരമായിട്ട് അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും, ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികൾക്കും ഈ ഒരു ഓണക്കാലം ഒരു റൈസ് പാക്കറ്റ് അല്ലെങ്കിൽ റൈസ് ബക്കറ്റ് ഓണക്കാലമായി മാറട്ടെ. എല്ലാവർക്കും ഈ പറയുന്ന പോലെ സന്തോഷവും നന്മയും സ്നേഹവും അഭിവൃദ്ധി ഉണ്ടാകും. എന്തായാലും ഇപ്പോ റേഡിയോ ആക്റ്റീവില് കുഞ്ചാക്കോ ബോബൻ ജോയിൻ ചെയ്യുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. റേഡിയോ ആക്റ്റീവ് ടീം നമ്മൾ റൈസ് ബക്കറ്റ് ചലഞ്ച് ചെയ്ത സമയത്ത് മിഥുൻ ചലഞ്ച് ചെയ്തിരുന്നത് C3 ക്രിക്കറ്റ് ക്ലബിനെയായിരുന്നു. കുഞ്ചാക്കോ ബോബനാണ് ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ഇന്ന് ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. മിഥുനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇന്നാണ് മിഥുനെ കയ്യിൽ കിട്ടിയിട്ട് ചൂടോടെ വിവരം അറിയിച്ചത്. എടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വേറെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. അയ്യോ, പക്ഷെ ഒരു 3 എത്ര പേരെ വേണമെങ്കിലും ചലഞ്ച് ചെയ്യായിരുന്നു. അത് എനിക്ക് ഒരു വൈരാഗ്യമുള്ള ഒരുപാട് പേരുണ്ടാവും. ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്തായാലും അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടോ അതോ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ടോ, എങ്ങനെയാണ്? ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് മിഥുന്റെ മെയിൽ ID എനിക്ക് ഇപ്പൊ ഇന്ന് കിട്ടിയതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോ ഹിറ്റ് എഫ് എമ്മിന്റെ ആയിരക്കണക്കിന് വരുന്ന ലിസണേഴ്സിനെ സാക്ഷി നിർത്തി മിനിമം ഒരു 3 പേരെ ചലഞ്ച് ചെയ്യാം. നമ്മൾ അത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചലഞ്ച് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരെ ആരെങ്കിലും ചലഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നവവധൂവരന്മാരായ ഫഹദിനെയും നസ്രിയെയും കൂടെ എന്റെ ഫ്രണ്ടായ നമിത പ്രമോദിനെയും ചലഞ്ച്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഈ ഒരു സൗണ്ട് ബൈറ്റ് അടക്കം പിന്നെ കാരണം ഈ ഒരു ചെയിൻ പെട്ടെന്നൊന്നും നിന്നു പോരുത്. ആക്ച്വലി കുഞ്ചാക്കോ ബോബൻ ഏറ്റെടുത്ത ഈ ഒരു ചലഞ്ച് നമുക്ക് കുറച്ചധികം പേരിലേക്ക് സ്പ്രെഡ് ചെയ്യണം. അപ്പോ നമിത പ്രമോദ്, ദെൻ ഫഹദ് നസ്രിയ, പിന്നെ ഒരാളും കൂടെ കൊടുക്കാമല്ലോ. ആരാണ് പറഞ്ഞോളൂ, സിന്ധുവിന്റെ ഒരു ഓപ്ഷൻ പറയും. നമുക്കൊരു കാര്യം ചെയ്താലോ? അതായത് അമ്മ മെമ്പേഴ്സിൽ ഒരാള്, ഏറ്റവും കൂടുതൽ അമ്മ ഇവന്റ്സ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? കോർഡിനേഷനില് പിന്നല്ലാതെ നമുക്കപ്പോ ഇടവേള ബാബുവിനും കൂടി ഇതിലേക്ക് ചലഞ്ച് ചെയ്യാം. ഓക്കെ.